So respected Geeta ma'am, sisters and my dear teachers, the class was so good and inspiring, and in our teaching experience it will be very useful for us. Day to day we are dealing with our students, so it will be very useful for us in our teaching and throughout our life. So I take this opportunity, and gratitude is the attitude of the noble heart. So I humbly take this opportunity to thank our Geeta ma'am. Thank you ma'am. And I also thank all the sisters, especially Sister Veena, Sister Rania, and all the sisters for taking this initiative. Thank you, dear sisters. My name is Shimna, and I am working in St. Mary's HS, Payyanur. Good afternoon, everyone. My name is Disha. I belong to Ursuline Senior Secondary School, Payambalam. Most respectful resource person, Ms. Geeta ma'am, our provincial, Sister Veena. Actually, since the initiative of, since NEP, we have been attending a lot of CBP programs. Our sister Archana has given us a lot of chances to attend so many CBP programs. And the role of a teacher, the domains of learning, technical terms like smart, everything. But one thing what struck me today is, she said and she proved it, positivity is contagious. The positivity that you have thrown to us, I'm sure all 300 of us, right? So that positivity at this age, we could just admire. Beyond the class, the positivity of just, I think I have spoken to you when you were washing your hands. Actually, it is not the class, it is the person that I have started admiring a lot. At this age, you hold the passion. I can see the class was a pleasure just because you were passionate about it. And thank you so much. And what I want to share to you is, നമ്മൾ ഇന്നും കുറേ വർഷമുണ്ട് മാമിൻ്റെ അടുക്കൽ തെരഞ്ഞെടുത്ത് ഞാൻ മാമിൻ്റെ അടുക്കൽ അത് പറയുകയും ചെയ്തു. നമ്മൾ മാം എത്ര എത്താൻ പറ്റുമെന്നറിയില്ല, പക്ഷേ നൗ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ദാറ്റ് ഐ ഷുഡ് ബി റേസിംഗ് അലോങ് വിത്ത് യു. നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ ആ ഊർജ്ജസ്വലത വിടാതെ ഓടിക്കൊണ്ടിരിക്കണം എന്നൊരു മോട്ടിവേഷൻ യു ആർ പ്രൊവൈഡഡ് സംവേ. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടി ഓടിക്കാത്ത ഒരാളാണ് ഞാൻ. കൊച്ചിയിൽ ഇവിടെ ഓടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് ഒന്നുകൂടെ ശരിയാക്കണം. ദാറ്റ്സ് എ മോട്ടിവേഷൻ. സോ ഐ തിങ്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ എല്ലാവരും മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു മാം. ഓരോ കാര്യവും നമ്മൾ മനസ്സിൽ വെക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക്സ് ടു സിസ്റ്റർ വീന, സിസ്റ്റർ അർച്ചന, who has provided such, and Ratna Sagar, who has provided such a good trainer to us. And we, മാം പറയുന്ന പോലെ റെമഡിയൽ ടീച്ചിങ് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട നമ്മുടെ വീണ സിസ്റ്റർ, ധ്യാന സിസ്റ്റർ, അത് മറ്റുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, പിന്നെ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗീത മാം, തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല അറ്റൻറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് കുറേ വർഷമായി. കാരണം നമ്മൾ വരുമ്പോൾ തന്നെ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഒരു ക്ലാസ്, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുറേ വർഷം ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്തിട്ട് കിട്ടിയൊരു അപൂർവ അവസരമായിരുന്നു എനിക്ക് സ്കൂളിലേക്ക്. എനിക്കൊരു പാഷനേറ്റ് ആയിട്ട് ശരിക്കും ഞാൻ അങ്ങനെ വന്നതാണ്. അധ്യാപനം എന്നുള്ളത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് ഞാൻ തിരിച്ച് വന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അതിശയമായിരുന്നു. ഇങ്ങനെ ഒരു എന്താണ് ഇത് ക്ലാസ് വൈകുന്നേരം വരെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കം മുതൽ ശരിക്ക് മോട്ടിവേഷൻ ക്ലാസ്സസ് നമ്മളിപ്പോൾ ഒരുപാട് റീൽസിൽ കാണുന്നുണ്ടാവും. അത് അവർ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ ഇന്ന് ഇവിടെ നമുക്ക് ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആണോ, അനുഭവമാണോ, അങ്ങനെ ഇന്നതാണെന്ന് ഒരു വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മടുപ്പില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണോ, ഒന്നും പറയാനില്ല. ഒരു ശരിക്കും പറഞ്ഞ ഒരു സാമ്പാറായിരുന്നു നമുക്ക് കിട്ടിയത്. അതിലെല്ലാം ഉണ്ട്, എല്ലാ ചേരുവകളും ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചേരുവകളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കത് വേണ്ടുമ്പോൾ
ഗ്രഹിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല എല്ലാ കഷ്ണങ്ങളും ചേരുന്ന ഒരു നല്ലൊരു സാമ്പാറായിരുന്നു അത്. എന്തായാലും അതിൽ മാം പറഞ്ഞു, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഞാൻ വേറെ ജോലികൾ ചെയ്ത് വീണ്ടും ഇതിലേക്ക് വന്ന ആളാണ്. അപ്പൊ എനിക്ക് തീർച്ചയായും ഒരു ബ്രഷിംഗ് തീർച്ചയായും വേണമായിരുന്നു. വർക്കിൽ കുറച്ച് സ്റ്റൈൽ മാറ്റേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ഒരു റീതിങ്കിങ്ങിനും അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അത് തീർച്ചയായും ഇന്ന് ഇവിടുന്ന് അനുഭവിച്ചു. അതിന് നമുക്ക് ഇവിടെ അവസരം ഒരുക്കി തന്ന നമ്മുടെ മാനേജ്മെന്റ് ടീംസിനും നമ്മുടെ സിസ്റ്റേഴ്സിനും ഇതിന്റെ പിറകിൽ അധ്വാനിച്ച എല്ലാവർക്കും, പിന്നെ ഇത്രയും ദൂരം ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച ടീച്ചർ പറഞ്ഞതുപോലെ ഇത്രയും ദൂരം സെൽഫ് ട്രെയിൻ ചെയ്ത് ഇവിടെ എത്തി, അതുപോലും ഇപ്പൊ പറഞ്ഞ ടീച്ചർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. അത് ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് എത്തി നമ്മുടെ ഗീത മാമിനും സ്നേഹം, തീർച്ചയായും നന്ദി എന്ന് ഞാൻ പറയുന്നില്ല, അത് തിരിച്ചു കൊടുക്കാനുള്ളത് ഒരു സ്നേഹമാണ്. തീർച്ചയായും വലിയൊരു സ്നേഹം നമുക്ക് ഞാൻ അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ സ്കൂളിന്റെ പേര് ഞാൻ പയ്യന്നൂര് സെന്റ് മേരീസ് HS അധ്യാപകനാണ്. ആ ഒരു ഭാഗ്യം കൂടി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതിനുള്ളൊരു അത് ഞാനിവിടെ അറിയിക്കുകയാണ്, സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. ഏതായാലും പിന്നെ ഗീത മാം പറഞ്ഞതുപോലെ ഞാനൊരു 4 പേര് ഇവിടെ ഞാനത് പാടാം. ടൈം അധികം വന്നില്ലല്ലോ അല്ലേ? കൺചിമ്മിയോ നിഞ്ചാലകം ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാ രാവുകൾ കാറ്റായി വരും നിന്റെ കാത്താളവും തങ്കത്തിങ്കൾ തേരേറി വന്ന പൂവിത്തെ തേടി കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പോന്നെ കാത്തോളം ഒന്നും മിണ്ടാതെ മുന്നിൽ മിഴിയറിയാതെ വന്നോ മിഴിയോ ഞാനേ കനവറിയാതേതോ കിനാവ് പോലെ. I take this beautiful opportunity to bear my testimony, what I had just now, from morning till evening. First and foremost thing that I would love to, I'm not saying I like to, I love to thank Ma'am, Geeta Ma'am, for the beautiful class that she has taken. She has inspired each one of us, right? Yes. So thank you, Ma'am. Thank you, Sister Bhavina, for this beautiful opportunity. And Sister Archana, she has arranged this program. Thank you very much. Thank you, one and all. So I'm from Science English Medium School from Periyar. So from my fraternity, I would love to thank once again Ma'am, Geeta Ma'am. Thank you. ബഹുമാനപ്പെട്ട വീണ സിസ്റ്റർ പ്രിയ, ഇന്നത്തെ നമ്മളുടെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിന് കാരണമായിട്ടുള്ള ഗീതമോ, ബഹുമാനപ്പെട്ട എൻ്റെ സിസ്റ്റർ, മറ്റു സിസ്റ്റേഴ്സ്, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ പേര് ജിബിൻസ്. ഞാൻ പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂളിലെ അധ്യാപകനാണ്. കഴിഞ്ഞ വർഷവും ഇവിടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു. ഓരോ വർഷങ്ങളിലും വ്യത്യസ്തങ്ങളായ മേഖലകളിലേക്ക് നമ്മളെ ഏറ്റവും മനോഹരമായ രീതിയിൽ, നമുക്ക് ഒട്ടും മടുപ്പ് തോന്നിക്കാത്ത രീതിയിലാണ് ക്ലാസ്സുകൾ ലഭിക്കുന്നത്. ഇന്ന് ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ റിയലി ഇൻസ്പയറിങ്. നമുക്ക് ഈ ഒരു ഏജ് ഒക്കെ എത്തുമ്പോഴത്തേക്കും സാധാരണ നമ്മളൊക്കെ വീട്ടിലുള്ള അമ്മമാര് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ചേച്ചിമാരൊക്കെ ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ്. പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ട് ആ എനർജി ലെവൽ അതിന്റെ മാക്സിമത്തില് ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം
എഫേർട്ട് ഇട്ട് നമ്മളോട് കൂടെ ആയിരുന്ന ബഹുമാനപ്പെട്ട ഗീത മാമിന് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. സാർ നേരത്തെ പറഞ്ഞതുപോലെ നന്ദിയല്ല, സ്നേഹം. ഒരുപാട് സ്നേഹം ഞങ്ങളെ ഇൻസ്പയർ ചെയ്തതിന്, ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു സെഷൻ ഇവിടെ ഒരുക്കി തന്നതിന്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട വീണ സിസ്റ്ററെ, ധന്യ സിസ്റ്ററെ, മറ്റ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടീം അംഗങ്ങളെ, ഇനിയും ഒരുപാട് പരിപാടികൾ ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. കൂടുതൽ നന്മകളിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you so much, Geeta ma'am, for your wonderful class. Can I speak in Malayalam because I want to express my full feelings in my mother tongue. ആദ്യം ഭയങ്കര സന്തോഷം, കാരണം ഞാൻ 14 വർഷം എന്നെ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. 14 വർഷങ്ങളായി ഇവിടെ ഇതേപോലെ ക്ലാസ്സിന് വരുന്നുണ്ട്. ഇത്രയും വർഷങ്ങളിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡി മോട്ടിവേറ്റർ നമ്മുടെ ഒരു ഫംഗ്ഷന് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ മാം ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ട് ഒരു മോട്ടിവേറ്റർ വന്നു. ടീച്ചറിന്റെ ക്ലാസ് കുറെ കേട്ടു. സത്യം പറഞ്ഞാൽ ടീച്ചറിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ജെൻസ് ആണെങ്കിൽ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് നമുക്ക് നേരം കൂടും, പക്ഷേ ടീച്ചറുടെ ക്ലാസ് എങ്ങനെയായിരിക്കും, മിക്കവാറും ബോറായിരിക്കും, ഉറക്കം തൂങ്ങേണ്ടി വരും തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ മാം പറയുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ഉറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒട്ടും ഉറക്കം തോന്നിയില്ല. വളരെ നന്നായി തന്നെ ഞാൻ മാമിന്റെ ക്ലാസ് ആസ്വദിച്ചു. അതുപോലെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യേണ്ട, ഞാൻ LP ക്ലാസ്സിലാണ് എടുക്കുന്നത്, അപ്പോൾ ക്ലാസ്സിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാമിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ മാം ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും വളരെ ആക്റ്റീവായി ശ്രദ്ധിച്ചു. അപ്പം മാമിനോട് പറയാനുള്ളത് ഇനിയും ഒരുപാട്, മാമിന്റെ ലൈഫ് തന്നെ ഒരു മോട്ടിവേഷൻ ആണ് സത്യം പറഞ്ഞാൽ. മാമിന്റെ ക്ലാസ്സിനെക്കാളും എനിക്ക് അതിനുശേഷം മാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തത്. കാരണം മാമിന്റെ ആ ഒരു ലൈഫ് ഒരുപാട് സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ ആകും. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ നല്ല മോട്ടിവേഷൻ ആകാൻ മാമിന് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നൂറ്റാണ്ടുകളായി ഊർജ്ജസ്വലതയോടെ ശാന്തസുന്ദരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദി, ലക്ഷ്യസ്ഥാനത്തേക്ക് അണുവിട തെറ്റാതെ അതിശീഘ്രം കടന്നു പോകുന്ന നദിയുടെ കരയിൽ ഒരു വൃക്ഷ ചില്ലയിൽ 3 ഇലകളുണ്ടായിരുന്നു. ഒരിക്കൽ ഈ 3 ഇലകളും ഞെട്ടറ്റ് ഈ ഓളപ്പരപ്പിലേക്ക് വീഴുവാനിടയായി. വീഴ്ചയ്ക്കിടയിൽ പുഴയോടായി ആദ്യത്തെ ഇല പറഞ്ഞു, ഞാൻ സർവശക്തിയും ഉപയോഗിച്ച് നിന്റെ ഒഴുക്കിനെ തടയാൻ ശ്രമിക്കും. കാരണം നിന്റെ ഒഴുക്കിനെ അല്പം അസൂയയോടെ, അതിലേറെ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷേ പ്രയത്നം നിഷ്ഫലമായി പോയി. പുഴയ്ക്കൊപ്പം ഒഴുകി നീങ്ങാനായിരുന്നു ഇലയുടെ വിധി. രണ്ടാമത്തെ ഇല ഒഴുകി നീങ്ങുന്നതിനിടയിൽ പുഴയോടായി പറഞ്ഞു, ചുറ്റുമുള്ള എല്ലാവരും കാണട്ടെ, ഞാനാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നീ എന്റെ കൂടെ ഒഴുകുന്നു എന്ന് മാത്രം. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു 3ാമത്തെ ഇലയുടെ മനോഭാവം. 3ാമത്തെ ഇല പുഴയോടായി പറഞ്ഞു, എന്റെ അമ്മ മരം എന്നെ പഠിപ്പിച്ചു തന്ന ഒരു പാഠമുണ്ട്. നീയായിരുന്നു യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഊർജം. മരത്തിന്റെ വേരുകൾ നിന്നിൽ നിന്നും വലിച്ചെടുത്ത ജലമായിരുന്നു ഈ ഞെട്ടറ്റ് വീഴുന്നതുവരെ ഞങ്ങളുടെ ശക്തി. അതെ പ്രിയ അധ്യാപകരെ, ഊർജ്ജ കുടുംബത്തിന്റെ ഊർജ്ജസ്വലത നമ്മളിലൂടെ ഇനിയും മുന്നോട്ട് തുടർന്നു പോകുവാനാണ് ഇത്തരം ഊർജ പ്രവാഹങ്ങൾ നമുക്ക് സാധ്യമാക്കി തരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ കടന്നു വന്ന ഉർസുലൈൻ മിഷണറിമാര് സ്വപ്നം കണ്ട വിമൻ എംപവർമെന്റിന്റെ ഒരു യഥാർത്ഥ പ്രതിരൂപം നമുക്ക് മുന്നിൽ ഇന്ന് സാധ്യമാക്കി തന്ന ഉർസുലൈൻ മാനേജ്മെന്റിനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു. നൽകുമ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ എന്നും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. താങ്ക് യു സിസ്റ്റർ. ഞങ്ങൾക്ക് നൽകിയത് ദ ബെസ്റ്റ്, അതാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ ലഭിച്ചത്. അതിന് അമല പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ വീണ പാലക്കാട്ടിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു.
ഊർജ്ജസ്വലതയോടുകൂടെ നമ്മളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും ഓടിച്ചാടി നടന്ന് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ധന്യ സെബാസ്റ്റ്യൻ. രാവിലെ സിസ്റ്റർ പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ മനസ്സിൽ ഇങ്ങനെ ഓർത്തു വെക്കുകയായിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ അടുത്ത് നിൽക്കുന്ന ഒരാള് ഞാനും നോക്കി എന്തായിരിക്കാം മാം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. കാരണം ഞാനൊരു സാമൂഹ്യശാസ്ത്ര അധ്യാപികയായതുകൊണ്ട് കുട്ടികളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ശ്രീബുദ്ധനും അതുപോലെ തന്നെ വർദ്ധമാന മഹാവീരനും ജനങ്ങളുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന് അവരോട് സമ്മതിച്ചപ്പോഴാണ് ആ കാലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഇന്നിവിടെ അനുഭവിക്കാൻ സാധിച്ചതും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ എന്ന് ഞാൻ കരുതട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മാനേജ്മെന്റിന്, അതേപോലെ തന്നെ വൈസ് പ്രൊവിൻഷ്യൽ ആയിട്ടുള്ള സിസ്റ്റർ ധന്യ സെബാസ്റ്റ്യനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഗീതാ മാമിനെ നമുക്കായി ഇന്ന് ഇവിടെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ രത്നസാഗർ പബ്ലിക്കേഷൻസിന്റെ പ്രിയപ്പെട്ട കൊളാബറേറ്റർ മിസ്റ്റർ പ്രസീദ്, അതുപോലെ തന്നെ മിസ്റ്റർ ബിജു എന്നിവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിപൂർവ്വം സ്മരിക്കട്ടെ. നമുക്ക് വേണ്ടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ള ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ അർച്ചന, സിസ്റ്റർ അഞ്ജന, അതുപോലെ തന്നെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള ഓരോരുത്തരെയും യാതൊരു സൗകര്യങ്ങൾക്കും ഒരു കുറവും വരാതെ എല്ലാം വളരെ കൃത്യമായി ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ എൻ്റയർ സ്കൂൾ ടീമിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ താരം അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ പ്രൊഫസർ ആൻഡ് ഡോക്ടർ ഗീത മാം. എവിടെയായിരുന്നു നമ്മുടെ ക്ലാസ് ആരംഭിച്ചത് എന്ന് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020യുടെ കരിക്കുലം ഗോൾസിൽ നമ്മൾ ആരംഭിച്ചിട്ട് കടന്നുപോയ വഴികൾ എല്ലാവരും ഒന്നും കൂടെ മനസ്സിലേക്ക് ഓർത്തെടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുടെ ഹൃദയം തൊടുന്ന വിധത്തിൽ സംസാരിക്കാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണം എന്ന് മാം പറഞ്ഞു തന്നതിന്റെ പിന്നിലൂടെ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങിയ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. എക്കണോമിക്കലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുക, വിമൻ എംപവർമെന്റ് സാധ്യമാക്കണം. അതിന് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉദാഹരണങ്ങൾ ഒരുപാട് മാം നമ്മുടെ മുമ്പിൽ നിരത്തി തന്നു. ഇവിടെ നന്ദി പറഞ്ഞവർ 2-3 പേരെങ്കിലും ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവിടെ ഇരുന്ന് ഞാനും മനസ്സിൽ കരുതി, യെസ്, ഐ ആം ഓൾസോ ഇൻസ്പയർഡ്. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു സദസ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മാം ആരംഭിച്ചപ്പോൾ ഞാനും നിങ്ങളിൽ ഒരാളെ മസിൽ പിടിച്ചായിരുന്നു അവിടെ ഇരുന്നത്. ദെൻ മാം നമ്മളോട് പറഞ്ഞു റിലാക്സ് ആൻഡ് റിലാക്സ്. അതിനുവേണ്ടി പല ടെക്നിക്സും മാം ഉപയോഗിച്ചു. എന്ത് തന്നെയായാലും ഞാനും ഇതിനു മുമ്പ് ഇവിടെ മോട്ടിവേഷൻ ക്ലാസ്സസിലും ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് എനിക്കും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റ് ഒരു മെമ്മറി ആയിരിക്കും, എസ്പെഷ്യലി ഗീതാ മാമിനെ കുറിച്ചും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സമയം വളരെ വാല്യുബിൾ ആയിട്ടുള്ള മെമ്മറീസ് പകർന്നു തന്ന ഗീതാ മാമിനെ എന്നും നന്ദിയോടെ ഓർക്കും. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഊർസ്ലൈൻ മാനേജ്മെന്റ് എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ക്ലാസ് റൂമിലും വ്യക്തി ജീവിതത്തിലും സ്കൂളിന്റെ ഭാഗമായും എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും, സിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.